വാക്കുകൾ കിട്ടുന്നില്ല ഈ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും. ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമുകളിൽ ഒന്നായ ബക്കറ്റ് ലിസ്റ്റ് ഐറ്റത്തിൽ പ്രധാനമായിട്ടുള്ള ഒന്നായ ബഞ്ചി ജമ്പിങ് കഴിഞ്ഞതിന് ശേഷം ഋഷികേശിന്റെ ഈ നദിയുടെ കരയിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ്. എന്തുമാത്രം ആണ് നമ്മൾ ഒരു ട്രിപ്പില് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഐറ്റം ചെക്കൗട്ട് ചെയ്യണേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഗൈസ്. ഓ ഇവിടെ പെട്ടെന്ന് തളർന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞങ്ങൾ ബഞ്ചി ജമ്പിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഇതല്ല, ഇത് ചെറിയൊരു കൈവരിയാണ്. ഇതല്ലാതെ മെയിനായിട്ടുള്ള ഗാഞ്ചസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ജിയോഗ്രഫിയെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ റിവർ റാഫ്റ്റിംഗ് ഇവിടെ ഉണ്ട്. അത് നമ്മൾ കണ്ട് ബഞ്ചി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് താഴെ കൂടെ ആൾക്കാർ തൊഴിഞ്ഞു പോണത് നമ്മൾ ബാലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന് നല്ല ആഗ്രഹം. പക്ഷേ ഗൈസ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്ന് നമ്മൾ ആ ബഞ്ചി ചെയ്തതിൻ്റെ സന്തോഷത്തിൽ അങ്ങ് പോട്ടെ എന്നുള്ള ഒരു മൂഡിലാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് നാളെ രാവിലെ ബഞ്ചി ചെയ്യാം. ഇന്ന് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റേ ഒക്കെ നോക്കി സമാധാനമായിട്ട് ഈ മഞ്ഞും ഈ റിവറും ഈ തണുത്ത കാറ്റും ഒക്കെ എൻജോയ് ചെയ്ത് ഇവിടെ കൂടാം. പക്ഷേ എങ്ങനെയുണ്ടാ? നല്ല സുഖം. നല്ല സുഖമുള്ള തണുത്ത കാറ്റ്. ആ ഭയങ്കര രസമല്ലേ? നല്ല രസമുണ്ട്. നോക്ക് ഗൈസ്, ഈ ഇപ്പം നിങ്ങൾ കാണുന്നത് പഴയ ഒരു ഡീകമ്മീഷൻഡ് ആയ പാലമാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഇപ്പം കറൻ്റ്ലി വർക്കിങ്ങിൽ ഇരിക്കുന്ന പാലം. ഒരു തൂണിൻ്റെ വലിപ്പം നോക്കിയാൽ നീ പിടിച്ചേടാ. ഞാൻ ഇത്രേ ഉള്ളു, വലിയ തൂണല്ലേ ഗൈസ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. കണ്ട അവിടെ കുറച്ച് വെയിലുണ്ട്. നമ്മൾ ഇപ്പൊ തണലത്ത് വന്നിരുന്നിട്ട് ഭീകര തണുപ്പ്, അതും തണുത്ത കാറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ആവണില്ല. അതുകൊണ്ട് അവിടെ ആരോ പ്രകൃതി രമണിയില് നോക്കടാ പടം വരച്ചോണ്ടിരിക്കണ കണ്ട. വീഡിയോ വലിക്കണോ എന്തോ ചെയ്യുന്നുണ്ട്. വെയിൽ കായാൻ പോവാം ഗൈസ്. നമുക്ക് അങ്ങോട്ട് ഗൈസ്, ഈ ചൂട് സമയത്ത് ഗ്ലേസിയർ ഉരുകുന്ന സമയത്ത് ഇവിടെ അത്രയും വെള്ളമായിരിക്കും കേട്ടാ. പിന്നെ മഴക്കാലത്തും ഇതൊക്കെ നിറഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആകപ്പാടാ ഈ മണുക്കൂസ് ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം തണുപ്പല്ലേ, അപ്പോൾ കംപ്ലീറ്റ് മഞ്ഞ് മേളിൽ കട്ട പിടിച്ചിരിക്കുകയായിരിക്കും. ഈ ഓൾട്ടിറ്റ്യൂഡ് കൂടിയോണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് തളരണല്ലേ. കിതപ്പ് വരണില്ലേ? എനിക്ക് ഉറക്കമാണ് വരുന്നത് ഇവിടെ കയറിയപ്പോൾ. ആണോ? ഋഷികേശിലെ പശുമ്പ അതെന്ത് പശു? എൻ്റെ പൊന്നമ്മച്ചിയെ ഗൈസ്, ഈ വ്യൂ നോക്കിയാണ്. ആൻറ്റി ജി ചായ് മിലേങ്കെ? ഏക് ചായ്. കോഫി വേണോ? വേണ്ട, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. यहाँ पे रात को फायर लगता है, आग लगता है अंकल? कितने बजे लगाता है? धूप जाएगा तो ആ വെയിൽ പോയോടെ ഇവിടെ തീയിടും. അപ്പോൾ ഭയങ്കര ഫീൽ ആയിരിക്കും അല്ലേ ഇവിടെ ഇരിക്കാൻ? നമുക്ക് വാ, ലേസ് വേണം എനിക്ക്. വെയിൽ കൊള്ളാം അല്ലേ? വെയിൽ കൊള്ളാന്നല്ല, ലേസ് വേണോ ഒന്ന്. ലേസ് വേണോ? ഏത് പച്ച വേണോ? പച്ച ലേസ്. അതെ, കുർക്കുറ വേണോ? കുർക്കുറ വേണ്ട, ലേസ് എടുത്തോ. അമ്മ, ഈ ഡ്രോൺ വേണേ നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് പറത്താല്ലേ? നല്ലൊരു തീരുമാനമായിരിക്കും. ഡ്രോണ് ഈ കാറ്റത്ത് പറക്കുമെന്നുള്ളതാണ് അതാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു സംശയം ഗൈസ്. എന്തായാലും നമ്മൾ ഇതുവരെ വന്നതല്ലേ, ഡ്രോണ് പറത്താതെ പോണത് നഷ്ടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോൺ പറത്തണം. അയ്യോ, ഞാൻ വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. അയ്യോ, കിണ്ണം ചായ, ഇഞ്ചിയൊക്കെ ഇട്ടതായിട്ട് ഇത് ഇഞ്ചിയാണ് വേണ്ടേ? ചായ നമുക്ക് ഇഷ്ടമല്ലല്ലേ? അയ്യോ, കാറ്റടിച്ചിട്ട്. അയ്യോ, പശുവിനെ കാണിച്ചു കൊടുക്കുക അല്ലേ ആദ്യം? ഹലോ പശുമ്പ, നൈസ് ടു മീറ്റ് യു പശുമ്പ. പശു നോക്കിയാണ്. ആരാടാ നീ? എന്നെ കൊല്ലല്ലേ. ആന്റി ബാക്കിട്ട് ചിരിക്കണ കേട്ടാ. ഓ നോക്കിയാടാ, നമ്മളിപ്പോ ഇവിടെയാണ് ഇരിക്കണത്. കശ്മീർ. ചാറ്റോട് ചാറ്റോട്. കന്യാകുമാരി നോർത്ത് സൗത്ത് കീ. എന്റെ മോനെ, എന്ത് ഭംഗിയാടാ ഈ സ്ഥലം. അയ്യോ,
ഗൈസ് വർഷം ആദ്യമായിട്ട് ഡ്രോണ് പിടിക്കാൻ പോവുകയാണ്. പിടിക്കട്ടാ? ഇവിടെ ബാക്കിൽ പിടിക്കണം, എന്നിട്ട് കമുത്തണം. അത് പവർ ഉണ്ട്. അതിന്റെ രണ്ട് സൈഡിലായിട്ട്. ഇവിടെയാണോ പിടിക്കാനുള്ള? അയ്യോ, ശ്രദ്ധിക്കണേ. എന്നിട്ട് കട്ടക്കന നല്ല പവറിൽ കമുത്തണം. അല്ലെങ്കിൽ നിൽക്കൂലേ? ഇല്ല, കമുത്തിയാലേ നിൽക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയാ മതിയാ? അത് പറ്റൂല. എന്നാ കൈ വെച്ചോ, പിടിച്ചോ. അത് പിടിച്ചാ മതി. ഞാൻ നിർത്തി തരാം. ഞാൻ നിർത്തി തരാം. ഇവിടെ നിർത്തി തരാം. പിടിച്ചാ? പിടിച്ചോ പിടിച്ചോ. ഞാൻ നിർത്തട്ടാ? ഞാൻ നിർത്താം. ഇപ്പൊ നിർത്തും. ഇല്ല, അത് അതിനെ പിടിച്ചപ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. അതില്ല, ഞാൻ എന്താ പറഞ്ഞു, ഈ സാധനത്തിന് ഞാൻ സ്ട്രെസ് ചെയ്യണോണ്ടാണ്. അല്ല, നീ അത് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് പിടിക്കാനുള്ള ഇത് ബാറ്ററിയാണ്. ഇത് ഊരി വരും. ചോദിച്ചത് ഇവിടെയാണോ? നീ അതായിരുന്നു ചോദിച്ചത്. എനിക്ക് മനസ്സിലായില്ലടാ. ഇവിടെയാണെങ്കിൽ എനിക്ക് ബലം ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് പിടിക്കാൻ അതും നീ പിടിച്ചത് ഇങ്ങനെ ആയിപ്പോയി. ഇങ്ങനെ പിടിക്കരുത്. അത് ഞാൻ കമത്തണ്ടെന്ന് വെച്ചാണ് അങ്ങനെ പിടിച്ചത്. ആണോ? എപ്പോഴും പിടിക്കുമ്പോ ഇങ്ങനെ പിടിക്കണേ. ഞാൻ പോയത് ഞാൻ അതിന് ചോദിച്ചു, ഇവിടെ എനിക്ക് കമത്താൻ പറ്റും. പക്ഷെ അവിടെ നീ അങ്ങനെ പോയി കഴിഞ്ഞാൽ സെൻസർ അടിച്ചത് മേളിൽ പോകും. അതുകൊണ്ട് നമ്മൾ ബാക്കിൽ ഇത് പിടിച്ച ഇങ്ങനെ ഡ്രോൺ വരുമ്പോഴത്തേക്കും ബാക്കിൽ കൂടെ വന്നിട്ട് ഇവിടെ നോക്കി പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഞാൻ കമത്തിയാൽ മതി. ഓക്കെ, സെറ്റ് ഗൈസ്. ഡ്രോൺ ഉള്ളതുണ്ടല്ലോ, എന്ത് രസമാണ്, എന്ത് ഭംഗിയുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഗൈസ്. ആൻറ്റി ബഡിയ ചായ തീ, താങ്ക് യു. ചായക്കും ലേസിനും കൂടെ ചേർത്ത് 50 രൂപയുള്ള ഗൈസ്. റീസണബിളായിട്ട്. ഓ എടാ, അങ്ങോട്ട് നോക്കിയേ ഗൈസ്. ഇവിടെ നോക്കിയേ, കുറേ ക്യാമ്പുകൾ ഇരിക്കണല്ലേ. ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുമോടാ? നോക്കാം ഗൈസ്. ഓ, ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനുള്ള വഴിയുണ്ട് കേട്ടോ ഗൈസ്. നേരത്തെ നമ്മൾ കണ്ട മെയിൻ നദിയുണ്ട്, അവിടെയാണ് റാഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയ ഗൈസ്, ഇവർ കുഴലിലൂടെ ഈ വെള്ളം പാസ് ചെയ്തിട്ട് ഇവിടെ വഴിയാക്കിയേ. ഇവിടെ മീൻ കാണുമോടാ? ഈ തണുപ്പിലൊക്കെ മീൻ ഇങ്ങനെ സർവൈവ് ചെയ്യുമല്ലേ? ഇവിടെ മീനെ തണുപ്പിലൊക്കെ സർവൈവ് ചെയ്യും അല്ലേ? നോക്കടാ, അവിടെ സോളോ ക്യാമ്പിങ് നടത്തുന്ന ആരാ? ഒരു പയ്യൻ സോളോ ക്യാമ്പറാണ് കേട്ടോ. എണ്ണ ചൂടാണ്. കുഞ്ഞു ടെന്റ്. ഇങ്ങനെയാണ് മറ്റേ ഹിച്ച് ഹൈക്കേഴ്സ് ഒക്കെ ടെന്റും അടിച്ച് പോയി കിടക്കണത്. ഇങ്ങനത്തെ സെറ്റപ്പുകളിലാണ്. ഇതാകുമ്പോഴത്തേക്കും ബാക്കി ഇവിടെ ക്യാമ്പൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് സേഫും കൂടെ ആണല്ലോ. ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. കാസേ ഭായ്, മുംബൈ സേ, കേരള സേ, സോളോ ക്യാമ്പിംഗ്, ഹം ബസ് ഘൂമനെ ആയേ. മുട്ട പൊരിക്കണം. കാണാൻ പോണോ? മുട്ട പൊരിക്കണം. അവ അവിടെ ഇരുന്ന് പൊരിക്കട്ടെ, സമാധാനം. അതെ, ഇവനൊക്കെ ആരാടാ കേരളത്തിൽ നിന്ന് കുറ്റിയും പറിച്ചു തന്നു? എന്നെ മുട്ട പൊരിക്കാൻ സമ്മതിക്കൂല. അത് ഓ, ഇവരിതെന്ത്? ഓ, ഇവരിത് മറ്റേ തിട്ടയൊക്കെ കെട്ടിയേ വെള്ള സൈഡിൽ കൂടെ ഒഴുക്കി വിട്ടേക്കാണെന്ന് തോന്നുന്നു കേട്ടാ. വാലി കാണാൻ എന്തൊരു രസം. ഹായ്, ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ പറഞ്ഞിട്ട് കുറച്ച് കാലമായെന്ന് തോന്നുന്നു കേട്ടാ. പായലൊക്കെ പിടിച്ചിരിക്കുന്നു. ആനം കണ്ടില്ല. നീലക്കായലു പോൽ ഇവിടെ റാഫ്റ്റിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ വോളിബോളൊക്കെ കളിക്കുമോ? ഇവിടെ അത്യാവശ്യം നൈസ് ഒരു ഏരിയ. പക്ഷെ ബാത്റൂമിന്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നു. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കാൻ പോയാണെന്ന് തോന്നുന്നു കേട്ടോടാ. അതാണ്ട് അവിടെ എന്തോ മറ്റേ ആർച്ചൊക്കെ അവര് സെറ്റ് ആക്കണ്. ഇവിടെ റൂം ഇതെന്തൊരു തെങ്ങാ? അത് ക്രിസ്മസ് ട്രീ. ഇവര് ചോദിച്ചു നോക്കാം അല്ലേ. റൂം കണ്ട് കൊള്ളാല്ലേ ഗൈസ്? ഞാൻ ഇവിടെ എടുക്കാൻ തീരുമാനിച്ച്. എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ റൂമും തപ്പി നാട് മൊത്തം നടക്കണത് ഇവിടെ അങ്ങ് എടുക്കാം ഗൈസ്. ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും അവര് 3500 2 കൂടെ ചേർത്ത് ബെഡ്, ടെന്റ്, രാവിലത്തെയും രാത്രിയത്തെയും ഫുഡും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേർത്ത് തരാമെന്ന് പറഞ്ഞു. 3000 കുഴപ്പമില്ല. 3000 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി രജിസ്റ്റർ ചെയ്യട്ടെ. ഇവിടെ ചേടാ, ഇന്ന് റൂം തപ്പി കിടക്കേണ്ടതില്ലേ? വന്നു, സംസാരിച്ചു, റൂം സെറ്റാക്കി. ഇനി വൈകിട്ട് റൂം കാണിച്ചു തരാം. മറ്റേ അങ്ങേര് പറഞ്ഞ് നിങ്ങൾ ആദ്യം റൂം നോക്കൂ, വീഡിയോ എടുക്കരുത്. അപ്പോൾ തന്നെ നമ്മൾ റൂം എടുത്ത് ഇനി വീഡിയോ എടുക്കും. ആണാ? മെയിൻ അല്ലല്ലേ? ഓ, നമ്മളിപ്പോൾ സംസാരിച്ചതായിരുന്നു മെയിൻ. അപ്പം അതായിരിക്കും കെയർ ടേക്കർ. അതാണ്ട് ഗൈസ്, ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. അതാണ് അവിടെ മറ്റേ റിവർ. ഇത് തൊട്ട് കരയിലായിട്ടാണ് നമ്മുടെ ക്യാമ്പിങ്. ഈ ഏരിയയിലാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. പട്ടാള ക്യാമ്പൊക്കെ പോലെ അല്ലേ ആ കളർ ഗൈസ്?
114, നമ്മുടെ 110 ഇവിടേക്ക് ഇരുന്നായിരിക്കും രാത്രി ഡിന്നർ കഴിക്കണം കേട്ടോ. രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മറ്റേ വയനാട് പോയപ്പോ ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞ കരിഞ്ഞു. പക്ഷെ ഇവിടെ വർത്താണ്, കാരണം തണുപ്പുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ കാർത്തിക് സൂര്യയുടെയും വർഷയുടെയും ക്യാമ്പ്. ഇങ്ങനെയാണ് നമ്മുടെ ക്യാമ്പിന്റെ ഒരു സ്ട്രക്ചർ. എന്നിട്ട് അകത്തോട്ട് ക്യാമ്പ് വരുമ്പോഴത്തേക്കും ഇല്ല, അവൻ പറഞ്ഞ് കുറെ ലെയറുകളുള്ള ക്യാമ്പാണെന്ന് പറഞ്ഞു. ഫാനോ അതെന്തിനാണെന്ന് ഞാൻ ചൂടത്ത് വരുന്നവർക്കായിരിക്കും. അത് പിടിച്ചാണ് കിടന്നു നോക്കട്ടെ. തലേനയുടെ കളറൊക്കെ ഇങ്ങനെ കിടക്കാം കേട്ടോ നമുക്ക്. നല്ല കട്ടിയുള്ള കമ്പിളി കേട്ടാ. ഇതില് നമ്മള് ചൂടാവുമായിരിക്കും അല്ലേ? ചൂടാവണം. ഇതിലൊക്കെ ചൂടാവും. ചൂടാവാതെ അവിടെ പോയ അങ്ങനെ നമ്മളുടെ ക്യാമ്പ് സെറ്റായ. ഇപ്പൊ അടുത്ത ഏതോ ഒരു ടീമിന് അതാണ് നമുക്ക് റൂം സംസാരിച്ച് സെറ്റാക്കി തന്ന വെച്ച റൂം കാണിച്ചു. ഇത് കൂടുതൽ ആൾക്കാർക്ക് കിടക്കാനുള്ളതാടാ. ഇത് നമുക്ക് ഇപ്പൊ തന്നേക്കണം 2 പേർക്ക് കിടക്കാനുള്ളതാണ്. അത് അടച്ചേരാ, തണുപ്പ് കയറണ്ട അധികം. ഈ തണുപ്പ് കയറിയ നേരത്തെ നല്ല ചൂടുണ്ടായിരുന്നു. 110 നമ്മൾ കിടക്കാം. ഇട്ടേരാ ഒക്കെ ഇട്ടിട്ട് പോണല്ലേ ഗൈസ്. ദാണ്ട ഇതാണ് മറ്റേ വലിയ ടെന്റ് കേട്ടാ. പക്ഷെ വലിയ ടെന്റ് ഭയങ്കര വിജൃംഭിച്ച ടെന്റാണ് കേട്ടോ. കൂടുതൽ ആൾക്കാർ ഇതിന്റെ അകത്ത് കയറിയപ്പോഴേ ചൂടല്ലേ. ഇത് കൊള്ളാൻ ഗൈസ്. പക്ഷെ ഇവിടെയാണെങ്കിൽ അറ്റാച്ച്ഡ് കക്കൂസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു ഗുണം. എടാ ഭീകര സെറ്റപ്പ്. ഇത് എടുക്കണമായിരുന്ന വേണ്ടല്ല. 2 പേർക്ക് കിടക്കാം, അത് മതി. പക്ഷെ ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് കക്കൂസ് ഇല്ല ഗൈസ്. ഞങ്ങളുടെ കക്കൂസ് പുറത്താണ്. കാണിച്ചു തരാം വാ. ഗൈസ് നമ്മുടെ ക്യാമ്പിൽ നിന്ന് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 10 കക്കൂസുണ്ട്. ഇതിൽ ഇഷ്ടമുള്ളതിൽ അതെ പോവാം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇത് ഇന്ത്യൻ, ഇവിടെ ഒരു യൂറോപ്യൻ ഉണ്ട്, മതി. എടാ മേക്കപ്പ് മിറർ നിനക്ക് എന്തിനു വേണം ഇനി? രാവിലെ ഒന്ന് മേക്കപ്പ് ഇടാനായിട്ടുള്ള സ്ഥലമായി. ഒരു സോപ്പും തന്നിട്ടുണ്ട്. പൊളിക്കും നമ്മൾ. നോക്ക് ചന്ദ്രൻ വന്ന്. ഇപ്പോഴേ എവിടെ എന്തിനു വന്ന? സമയമൊന്നും ആയില്ലല്ലോ വരാൻ. 4 ഉള്ളൂ. നോക്ക് അവിടെ നദി, ഇവിടെ നമ്മുടെ ക്യാമ്പ്. കൊള്ളാല്ലേ, നല്ല ലൊക്കേഷൻ ഇരിക്കുന്ന ക്യാമ്പല്ലേ. പക്ഷെ ഇവിടെ വെള്ളം വരുമ്പോ ഇവരെ ബാധിക്കൂലേടാ. എനിക്ക് അതാണ് ഒരു സംശയം. അപ്പൊ ഇതുവരെ വരൂലേ വെള്ളം? ഇവിടെയൊക്കെ വെള്ളം കുറവായിരിക്കും അല്ലേ? നമുക്ക് അങ്ങോട്ട് കിടന്നാലേ ഗൈസ്. നമ്മുടെ ഇവിടെ റൂം തന്ന ഈ മച്ചാൻ പറഞ്ഞു ഇവിടെ മെയിനായിട്ടുള്ള റാഫ്റ്റിംഗ് പോയിന്റ് അവിടെയാണെന്ന്. അതായത് നമുക്ക് 16 കിലോമീറ്റർ വരെ റാഫ്റ്റിംഗ് പോകണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് റാഫ്റ്റ് ചെയ്യാം. നമുക്ക് എളുപ്പമായി. എടാ ഋഷികേശിലാണ് നമ്മൾ ഇരിക്കണത്. കുറച്ചുകൂടെ വലിച്ചു വിടും കോട്ടുകാരന്. തണുപ്പ് കാറ്റടിച്ചിട്ട് വന്നപ്പോ തൊട്ട് തുടങ്ങിയത്. നമുക്കൊരു കാര്യം, നമുക്ക് അവിടെ റിവർ റാഫ്റ്റിംഗ് തുടങ്ങുമെന്ന് ഈ മച്ചാൻ പറഞ്ഞ സ്ഥലമില്ലേ, അവിടെയും കൂടെ പോയി നോക്കിയിട്ട് കാറും എടുത്തോണ്ട് ഇങ്ങ് വരാം. പക്ഷെ ഗൈസ് ഋഷികേശിൽ ഇരിക്കുന്നു ഞങ്ങള്. അതെ. എന്നിട്ട് ബഞ്ചി ജമ്പിങ് കഴിഞ്ഞ് നാളെ സ്റ്റാർട്ടിങ്ങില് എനിക്ക് കിതച്ചിട്ട് ഞാൻ മറ്റേ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ബഞ്ചി ജമ്പിങ് എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങള് പോയി റാഫ്റ്റിംഗ് നടക്കുന്ന സ്ഥലം. അയ്യോ ആ പട്ടി ആണ്. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങൾ പോയി റാഫ്റ്റിങ്ങിന്റെ സ്ഥലം ഒന്ന് നോക്കട്ടെ. കാരണം നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ നിന്ന് തന്നെ അവർ സെറ്റ് ചെയ്ത് തരും. 850 രൂപ 16 കിലോമീറ്റർ പോണേന്. ബെഡ് സൂട്ട് മേലത്തെ കടയിൽ കിട്ടും. 850 രൂപ. അത് 12 കിലോമീറ്ററിന് 600. അത് ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇവ എനിക്ക് വലിയ കത്തിക്കാരനായിട്ട് തോന്നിയില്ല. പക്ഷെ 3500 ആവുമായിരിക്കും അല്ലേടാ ടെന്റിന്? 3000 കുഴപ്പമില്ല. നോർമലി നമുക്ക് മറ്റേടത്തൊക്കെ റൂം മാത്രമല്ലേ 3500. ഓക്കെ, നമ്മളിപ്പോ ക്യാമ്പിൽ നിന്ന് ഇറങ്ങി നടന്ന് മറ്റേ നമ്മൾ ഡ്രോൺ ഷോട്ടിൽ നിങ്ങളൊരു വലിയ പുഴ കണ്ട ഓർമ്മയുണ്ട? ആ പുഴയുടെ അടുത്ത് എത്തുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്നാണ് ഇവർ പറയുന്നത് മറ്റേ റാഫ്റ്റിംഗ് ഒക്കെ തുടങ്ങുന്നതെന്ന്. പക്ഷെ ഇവിടെ മഴക്കാലത്ത് വരെയാണെങ്കിൽ എടാ ഭീകര കുത്തൊഴുക്കായിരിക്കും കേട്ടാ. അടുക്കാൻ പറ്റുമോ? ചെയ്യും. പിന്നെ എടാ ഇതിലൊക്കെ മറ്റേ ഈ ഒരുത്തൻ അതിലെ കൂടെ പറന്നു പോണു. ഒരുത്തൻ ആകാശത്തൂടെ പറന്നു പോണു. അയ്യോ എടാ ഇതാണ് മറ്റേ ബൈക്കിലൊക്കെ പയ്യന്മാര് വന്നിട്ട് വാണ്ടർലസ്റ്റ് എന്നൊക്കെ ഇട്ടിട്ട്
ഓമാര് വോളിബോൾ കളിക്കണം കേട്ടാ. ഇവിടുത്തെ ലോക്കൽ ടീമാണെന്ന് തോന്നുന്നു. ലോക്കൽ സേക്കാ नाम क्या आपका? आपके टोपी अच्छा है. कहाँ से यहीं से हो? कौन सी क्लास में पढ़ते हो? 10th में. यहाँ से राफ्टिंग शुरू होता है क्या? यहाँ से शुरू होता है? यहाँ से भी और इससे ऊपर भी होगा. अच्छा, यहाँ से भी शुरू होता है. हमको 16 किलोमीटर പോയാ പോരെടാ. 12 किलोमीटर वाले यहाँ पे खत्म होता है. आगे काफी वो है क्या, मतलब रैपिड्स है? अच्छा, പിന്നെ കുഴപ്പമില്ല. റാപ്പിഡ് ഇല്ലേടാ. ഇത്രയും പറഞ്ഞു തന്നെ ഇവന്റെ കടയിൽ നിന്ന് മാഗി എടുക്കേ ദോ ഏക് മാഗി ലഗാതോ ഏക് ലഗാതോ. അപ്പൊ അത്രയും നമുക്ക് പറഞ്ഞു തന്നെയല്ലേ. അപ്പൊ അവന്റെ നമ്മൾ ഓമ്പോ എടാ ഇത് അയ്യോ ഇതെന്തൊരിത്. കളർ കണ്ടോ വെള്ളം? ആ നീല ടർക്കോയ്സ് അല്ലേ? അതാണ് പറയുന്നത്. ഇവിടെ ഇരുന്ന് ചേച്ചിമാര് നൂഡിൽസ് ഉണ്ടാക്കുന്നു. ചൂട് നൂഡിൽസും ക്യാമ്പ് ഫയറും ഇട്ട് ചേച്ചി. ചേച്ചിമാര് മാസാണ് കേട്ടോ അവിടെ. ക്യാമ്പ് ഫയർ ഇട്ടതാണോ ഉണ്ടാക്കണതാണോ? അല്ലല്ല, തീയിട്ടത്. തീയിട്ട് ഇങ്ങോട്ട് ആകാശം നോക്കി. അയ്യോ ഗൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതെന്തുവാടാ ഇത്? സ്വർഗോ? ടിവിയില് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ വാൾപേപ്പർ ഒക്കെ ഇടൂലേ, നമ്മളൊരു വാൾപേപ്പറിൽ നിൽക്കുകയാണ് ഗൈസ്. അയ്യോ, ആ പയ്യൻ പറഞ്ഞു വെച്ചിട്ട് 12 കിലോമീറ്ററിന്റെ ഒരെണ്ണം ഇവിടെ തീരും, 16 കിലോമീറ്റർ ഒരെണ്ണം ഇവിടെ തുടങ്ങും. അപ്പൊ നമുക്ക് 16 കിലോമീറ്റർ ഒരെണ്ണം ഇവിടെ തുടങ്ങണമെങ്കിൽ നമുക്ക് നാളെ പോവാം കേട്ടാ. രാവിലെ 11 മണിക്ക്. പക്ഷെ നമ്മൾ ഓൾറെഡി റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ? രാവിലെ 11 മണിക്ക് 10 മണിക്ക്. അതാണ് നമ്മള് റാഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മള് ബാലിന്നല്ലേ ചെയ്തത്. അതും പക്ഷെ അടിപൊളിയായിരുന്നു. അതെല്ലാരും കൂടെ ഉണ്ടായിരുന്നപ്പോ. പക്ഷേ വെള്ളം കുറച്ചുകൂടെ അടിപൊളി ഇവിടെയാണ് അല്ലേ? നോക്ക് ഗൈസ്, വെള്ളത്തിന്റെ കളറല്ലേ. ചുമ്മാ അന്ന് ആരോ പറഞ്ഞു ഋഷികേശിലാണ് നല്ല രസം കമന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലേ. അയ്യോ, ആ പറഞ്ഞ ആളുടെ നാക്ക് സമ്മതിക്കണം, പൊന്നുപോലെ ഇരിക്കട്ടോ. അത് ഇപ്പൊ കുറെ ടൂറിസ്റ്റുകൾ നടന്നു വരുന്നു. नहीं अभी नहीं भैया, 15 से 20 मिनट अभी नहीं. ഇപ്പൊ പോണോ എനക്ക്? നാളെ റാഫ്റ്റിങ്ങിന് പോവാം കേസ്. നമുക്ക് കല്ലുള്ള അങ്ങോട്ട് പോവാം, അവിടെ ഇരിക്കാൻ പറ്റും. ഇതാണ് ഋഷികേശിലെ പട്ടികൾ. ആണോ? അയ്യോടാ. ഇവിടെ കണ്ട ചേച്ചിമാര് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു. ഇത് ഭയങ്കര പൂടയല്ലേ? ഇതിന് സിംഹമൊക്കെ പോലെ. അയ്യോടാ. ഹലോ പട്ടീസ്, നൈസ് ടു മീറ്റ് യു. അതിനൊരു പുച്ഛല്ലേ? ബോസ്റ്റൺ ലേഡിയൊക്കെ അറിയാമോ? സെലിബ്രിറ്റി പട്ടികളാണ്. അതിന് വലിയ മൈൻഡില്ല. മതി. ഞങ്ങൾ സീനറി കാണട്ടെ സുഹൃത്തുക്കളെ. 2 ഫോട്ടോയും കൂടെ എടുക്കാം കേട്ടോ. എവിടെ ഇരുന്ന് ആ കാണുന്ന ചേച്ചി മാഗി കൊണ്ടുവന്നു ഞങ്ങൾക്ക്. എന്തിനാണ് മാങ്കിയോ? ഷുണ്ടു നിന്റെ മാങ്കി കണ്ണാടാ, അവന് കാണിച്ചു കൊടുക്കണേടാ. എടി നമ്മളെന്താ ജയിൽ പുള്ളിയാളാ? ഇതെന്ത്? ഒരു 55ാമത്തെ സെല്ലിലാണ് ഞാൻ, 84ാമത്തെ സെല്ലിലാണ് കിടക്കുന്നത്. അയ്യോ, എന്ത് ഫ്രെയിം ഗൈസ്. ഇങ്ങനെയുള്ള ഫ്രെയിമിലൊക്കെ ഇരുന്ന് ഫുഡ് തിന്നാൻ പറ്റിയതിൽ ഭാഗ്യവാനും ഭാഗ്യവതിയാണ്. ബോൺ അപ്പറ്റീറ്റ് ഗൈസ്. മാഗി ഉപ്പ് കൂടി പോയോ എന്ന് ചെറിയൊരു സംശയം. ചേച്ചി ഉപ്പിട്ടെന്ന് തോന്നുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇട്ട ഉപ്പായിരിക്കും. ചെറുതായിട്ടൊന്നും പോയി. വേണ്ട, ഒരു ചേട്ടൻ നമ്മുടെ ഫ്രെയിമിൽ ഇരിക്കണം, ഈ ചേച്ചി നമ്മുടെ ഫ്രെയിമിൽ ഇരിക്കണം, ഇവരൊക്കെ ഫ്രെയിമിൽ ഇരിക്കണം. ഇത് നല്ല ഒരു സ്പോട്ട് കേട്ടാ. വലിയ റിവറിന്റെ വ്യൂവിൽ നമുക്കിരുന്ന് സമാധാനമായിട്ട് മാഗി തിന്നാം. നീലക്കായലു പോയി. മാഗിക്ക് ശേഷം അടുത്തതായി യുദ്ധഭീതിയിലെത്തിയിരിക്കുന്നു. താങ്ക് യു. നമ്മുടെ ചെറുക്കൻ ചായ കൊണ്ടുവന്ന കേസ് എനിക്ക്. ഞാൻ ഇത് എത്രാമത്തെ ചായ? കുറേ ആയി. ഈ തണുപ്പത്ത് വന്നിരുന്ന് ചായ കുടിച്ചില്ലേ പിന്നെ എവിടെ ഇരുന്ന് ചായ കുടിക്കാൻ? അന്യായ ഫീൽ ഇവിടെ. ഞാൻ കളിക്ക് പറയണല്ല. നമുക്കിവിടെ ഇരുന്നിട്ട് റാഫ്റ്റിംഗ് ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും കാണാം. നമുക്കിവിടെ ഗംഗാ സ്നാനം എടുക്കാൻ വരുന്ന
തെന്നി നിറച്ച് വരുന്ന കുറച്ച് ആൾക്കാരെ കാണാം. ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്ന കപ്പിൾസിനെ കാണാം. നേരത്തെ നമ്മളൊരു ചേട്ടനും ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് ആ ചേട്ടൻ്റെ ഫോട്ടോ എടുക്കണം. ആ ചേട്ടനെ ഫോട്ടോയിൽ ആ ചേട്ടൻ്റെ കാലിൻ്റെ ഒരു കഷണം മാത്രമേ ഫോട്ടോയിലുള്ളൂ. പിന്നെ ഞാൻ നിന്നിട്ട് പോർട്രേറ്റ് മോഡൊക്കെ ഇട്ട് കിണ്ണം കാച്ചി 2 ഫോട്ടോയൊക്കെ എടുത്തു കൊടുത്ത്. എന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രണ്ടാമത്തെ നന്മ കിട്ടില്ല. ചായയുടെ ഇവിടുത്തെ മധുരം ഇവിടെ ലേശം കൂടുതലാണ്, പക്ഷെ കിടുക്കി സൂപ്പർ സാധനം. മണി ഓൾമോസ്റ്റ് 5:20 ഗൈസ്. അപ്പോഴത്തേക്ക് ഇവിടെ സൂര്യനൊക്കെ അയ്യോ എന്ത് ഭംഗി അസ്തമിച്ച് തുടങ്ങി. അപ്പോൾ ഉണ്ടല്ലോ നമുക്കൊരാഗ്രഹം. അതാണ്ട് ഇത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനത്തെ സാധനം ആൾക്കാരുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? മറ്റേ ഉരുളം കല്ല് വെച്ച് ഇങ്ങനെ ചെറിയ ഒരു 4-5 കല്ലെങ്കിലും പറക്കി അടുക്കി നമുക്കൊരു കല്ല് ഗോപുരം ഉണ്ടാക്കിയാലോടാ. അങ്ങനെയാണെങ്കിൽ ഗൈസ് ഞങ്ങൾ കുറച്ച് കല്ല് പറക്കിയിട്ട് വരാം, എന്നിട്ട് ഞങ്ങൾ ഗോപുരം ഉണ്ടാക്കി കാണിച്ചു തരാം. ഗൈസ് നമ്മൾ ഇപ്പോൾ ഇത്ര വലിയ ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു മുതുക്ക് കല്ലൂടെ കിട്ടി. ഇത് നമുക്ക് ബേസ് ആക്കാം. പക്ഷെ ഇത് ഇരിക്കുവോടാ? ഇത് ഇങ്ങോട്ട് വെച്ചോ. ചെറിയൊരു ചരിവുള്ള കല്ലാണ്. അതിലാണ് ടാസ്ക്. ആണോ? അപ്പൊ നീ അതവിടെ പോയി. ഓ തിരിച്ചു വെക്കണോ? ഇത് അതിരിക്കൂലടാ. ഇത് തിരിച്ചു വെച്ചാലാ ആ വലിയ കല്ല്. മോൻ അല്ലല്ല, ബേസ് കല്ല് തിരിച്ചു വെച്ചാലാ? ഇല്ല, അതിരിക്കൂല. കാരണം അത് കുത്തനെ ഉള്ളതല്ലേ. ഇതിന്റെ മണ്ട ഇതല്ലേ. ഓ ഇതിനെ മാറ്റാം. ഇതാണ് ഒരു ബാലൻസ് ഇല്ലാത്ത കല്ല്. ആണോ? ഓ ഇരിക്കൂലേ? ഓരോന്നായിട്ട് വെച്ചായിരിക്കും. ഇതെന്തൊരു ലെവലില്ലാത്ത കല്ല്. അല്ല ബാലൻസിങ് ആണല്ലോ കൽ ഷേമിങ്. കൽ ഷേമിങ് എന്നൊക്കെ വെക്കട്ടാ. അല്ല എന്റെ കറക്റ്റ് ഷേപ്പുള്ള കല്ല് വെച്ചില്ല. അത് കുറച്ചും കൂടെ നേരം എടുക്കും അത് വെക്കാൻ. മറ്റേ അതെടുത്താണ്ടി. ഇതാ മൊന്തം കല്ല്. എനിക്ക് ഇത് അടിയിൽ വെക്കണം. കൊഞ്ചം റിസ്ക് ആണ് തെരിയല്ലേ. റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ റസ്ക് തിന്നാൻ പറ്റുള്ളൂ. ഇരുന്ന് എന്റെ ഷേപ്പുള്ള കല്ല് ഇവിടെ ഇരിക്കണേ. ഞങ്ങളൊരു ഭീമാകാര സത്വത്തെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റേ കുഞ്ഞു 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 കല്ല് വെച്ച് ഇങ്ങനെ പോണം. ആണല്ലേ? ഇനി അതിന് പറ്റിയ ഒരു ഷേപ്പ് അല്ലേ ഇരുന്ന്. ഇവിടെ ഓണം. ഇവിടെ ശരിയായില്ല. ഇത് വേണ്ടേ? ഇതൊക്കെയാണോ? ഓ അതിന് കറക്റ്റ് ബാലൻസിൽ വെക്കണം. അടുത്തത് അത് കുഞ്ഞെത്തിയില്ല. ഇതിനും കുഞ്ഞൊരു ഷേപ്പ്. ഇതെന്താ ശിവലിംഗത്തിന്റെ ഷേപ്പ് അല്ലേ? നീലക്കായലുപോൽ വെച്ച്. ഇത് കാറ്റടിച്ചാ വീഴും കേട്ടോ. അയ്യോ കാറ്റടിച്ചാ ഇത് വീഴും. നമ്മളെന്താ ഇത്രയും നമ്മള് പടുത്തുയർത്തി. ഇവനെ ശരിയാക്കി. ഇവനെ ഇതെങ്ങനെ നേരത്തെ ഇരുന്നത്? ഇപ്പം അത് കാറ്റ്. ഇവിടെ ഭയങ്കര കാറ്റടിച്ചാ വീഴാത്ത. അയ്യോ ഇതെന്റെ കാലിൽ കൂടെ വീഴും. നമ്മള് വെക്കണം. നീ ഇവിടെ ഇരുന്നാണ്. ഇവൻ അങ്ങ് മാറ്റിയാലോ? മാറ്റാം. ഓക്കെ. അല്ല ഇവൻ ആദ്യം വെക്കാം. ഓക്കെ. ഇനി അവരെ വെയിൽ. എന്നിട്ട് ഇവനെയാണ്. ഇപ്പൊ ഒരു സെറ്റായി കേട്ടാ. മതി, ഇത്രയും പൊക്കമൊക്കെ മതി. എന്റെ കറക്റ്റ് ഓവൽ ഷേപ്പ്. തറയിൽ വിട്ടവനെ. അത്യാവശ്യം നല്ല വലിപ്പം വന്നു. ഞാൻ ഇതിനിപ്പം ഇതും കൂടെ വെക്കണ്ടേ? എന്നാ അതും കൂടെ വേ. എന്നാ അതിരിക്കൂല. നമ്മുടെ ആദ്യത്തെ കൽമന്ദിരം. എന്താണ് പറയണത്? ഞാൻ പേര് മറന്നു. ഗൈസ് ഞങ്ങളുടെ റോക്ക് സ്ട്രക്ചർ നിങ്ങൾ കണ്ടോളൂ. തുണി മൊത്തമായി. എനിക്ക് തുണിയില്ല. നമ്മള് ഒരു 2 ഡ്രസ്സിലാടാ ഈ ട്രിപ്പ് മൊത്തം കറങ്ങണത്. ഞാനാണ് ഒരു കോലമായി. ഋഷികേശിൽ വന്നിട്ട് എന്റെ മുടിയൊക്കെ മറ്റേ ഞാൻ അതീ കണ്ടു ബഞ്ച് ചെയ്ത്. മാഡം ഋഷികേശിൽ വന്നിട്ട് മാഡം എന്തൊക്കെ ചെയ്തു? മാഡം ഫസ്റ്റ് ഡേ ബഞ്ചി ജമ്പിങ് ചെയ്തു. കൽമന്ദിരം ഉണ്ടാക്കി. കൽമന്ദിരമാണ് സുഹൃത്തുക്കളെ. ഈ മന്ദിരത്തിന്റെ ഒരു പേരിട്ടാലും മാഡം ആലോചിക്കട്ടെ. ഞാൻ ഇടട്ടെ പേര്. സുഹൃത്തുക്കളെ ഈ കൽമന്ദിരത്തിന്റെ പേരാണ് റോക്കാച്ചി കൂച്ചി. നിന്റെ അടുത്ത് പേരിടാൻ ചാൻസ് തന്നല്ല. സൂര്യമന്ദിരം. എന്റെ പേര്
റോക്കാച്ചി കൂച്ചിന്ന്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിന്റെ പേരാണ് സൂര്യമന്ദിരം. കൊള്ളാല്ലേ സൂര്യമന്ദിരം? എന്നൊന്നും ഇട്ടില്ല. ഇട്ടില്ലേ? അപ്പൊ റോക്കാച്ചി കൂച്ചിയാണ്. സുഹൃത്തുക്കളെ, ഈ കൽമന്ദിരത്തിന്റെ പേരാണ് റോക്കാച്ചി കൂച്ചി. നല്ല ഭംഗിയുള്ള റോക്കാച്ചി കൂച്ചിയാണ് ഗൈസ്. ഒരു പരന്നതിനെ കിട്ടി. ഇനി ഇതിനെ തട്ടിയിടണ്ടല്ലോ, ഇതിങ്ങനെ ഇരുന്നോട്ടല്ലോ. നാളെ നമ്മൾ റാഫ്റ്റിങ്ങിന് വരുമ്പോ ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് നോക്കാം ഗൈസ്. ഇതിവിടെ കാണുമോ ഇല്ലേ നിങ്ങൾ കമന്റ് ഇടണേ. നാളെ നമ്മൾ റാഫ്റ്റിങ്ങിന് രാവിലെ വരുമ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ രാവിലെ റാഫ്റ്റിങ്ങിന് പോണത്. ഓ ഇരുട്ടി തുടങ്ങി, നമുക്ക് അങ്ങോട്ട് പോയാലോ? കഴുകിട്ട് പോവാം. കഴുകണ്ട, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തുടച്ചിട്ട് റൂമിലോട്ട് പോട്ടെ. റോക്കാച്ചി കുച്ചി ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടോ ഗൈസ്. അതാണ് നമ്മുടെ ക്യാമ്പ്. നമ്മൾ കാർ ഇതാ ഈ പാലത്തിന്റെ താഴെ കൊണ്ട് ഇട്ടേക്കായിരുന്നു. അപ്പം ഇതിലേക്കൂടെ നമുക്ക് അങ്ങനെ പോകാൻ ഒരു വഴിയുണ്ട്. അപ്പം അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം നമുക്ക് ഗൈസ്. ഒരു ഭീകരൻ എക്സൈറ്റിംഗ് ആക്ടിവിറ്റി, അതായത് ബഞ്ച് ചെയ്തതിന് ശേഷം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് അല്ലേ? ശരിക്കും ഇന്ന് നമ്മൾ റാഫ്റ്റിംഗ് ചെയ്യാതിരുന്ന നന്നായി. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് ക്യാമ്പിലോട്ട് പോവാം. എന്നിട്ട് ക്യാമ്പിൽ പോയി ചില്ലടിക്കാം ഗൈസ്. നമ്മൾ നേരത്തെ നടന്നുപോയ ആ റൂട്ടാണ് കേട്ടാ. പക്ഷെ ഇത് കാർ ഓട്ടിക്കുന്നത് കൊഞ്ചം റിസ്കി. ഒന്നാമതേ റെന്റിനെടുത്ത വണ്ടി, ഇതിന് വെള്ളത്തിലും കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാ ഗൈസ് ഇവിടെ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ആണല്ലോ അണ്ണാ. ഇവിടെ തീയൊക്കെ ഇട്ടാൻ മുമ്പ് ഇരിക്കുകയാണ്. ക്യാമ്പുകളിലുള്ള ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തീയൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടാ. നമ്മുടെ റൂമിലോട്ട് ബാഗ് കൊണ്ട് വെക്കട്ടെ ഗൈസ്. കണ്ടാ ഇവിടെയൊക്കെ നമുക്ക് രാത്രി വന്നിരിക്കാം. പക്ഷെ തണുക്കൂല എന്തോ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. ഓഹ് അവിടെ ചെറിയൊരു വെള്ളമടി പാറ്റ കിടക്കണമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ടെന്റ് എത്തി. തുറക്കോ ഞാൻ? അയ്യോ ഞാൻ തുറക്കാം. അയ്യോ അമ്മ ഇവിടെ സ്വിച്ച് ബോർഡ് ഉണ്ട്. സ്വിച്ച് ബോർഡും ഉണ്ട്. ചാർജിങ്ങിനും ഇടാം. അൺലോഡ് ചെയ്തില്ല. ഓക്കെ ശരിയല്ലേ? എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ നോക്കട്ടെ. വിശക്കണം. നല്ല കളർ കേട്ടാ ഈ തലേണയുടെ. അല്ല ഇത് ഈ കളറാണെന്ന് തോന്നണം കേട്ടാ. ആണോ? അയ്യാ പുറത്തോട്ട് പോവാ. നമ്മൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഇവിടെ നമുക്കൊരു കുഞ്ഞ് ബോൺഫയർ ഇട്ട് തരാന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കണോ അവിടെ ഇരിക്കണോ? അവിടെ എന്നാ ഇവിടെ ഇരുന്നു. ഈ ടെന്റിലൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുമായിരിക്കും അല്ലേ? പക്ഷെ ഇല്ല, അങ്ങനെ തണുപ്പ് വരൂലടാ. അത് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ദുബായ് മരുഭൂമി പോയപ്പോഴേ പക്ഷെ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് കൂടെ കരുതും. അതിൻ്റെ അകത്ത് കയറി അങ്ങും സിബിട്ടം കിടക്കും. അപ്പൊ നമ്മൾ അധികം തണുപ്പ് അറിയൂല. എടാ അതിൽ കയറാനൊക്കെ പറ്റും കേട്ടോ നമുക്ക്. ഇത് കാലെടുത്ത് പറക്കണമൊക്കെയാണ് ചൂടാവാൻ വേണ്ടിട്ടാ. ബോൺഫയർ ഇപ്പൊ വരും. ഇപ്പൊ കയറണോ? വേണ്ട. ആണോ? തീ വന്നിട്ട് കയറാൻ. തീ വരട്ടെ. ഞങ്ങളുടെ തീയല്ലേ നടന്നു വരുന്നത്. അപ്പൊ ഇത് കൊള്ളാം കേട്ടാ. ഇവന്മാർ അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടാ. താങ്ക് യു ലഡ്കെ. ക്യാ നാം ഹൈ ആപ്കാ? ശങ്കർ. താങ്ക് യു ശങ്കർ. ഇപ്പുറത്തെ സൈഡിൽ വന്നിരി. ഇപ്പുറത്തെ സൈഡിൽ വന്നിരി. പുക അടിക്കുന്ന സൈഡിൽ നിന്ന് മാറിയിരി. ഓ ഇങ്ങനെ വെച്ചോ. സെറ്റായ? ഓക്കെ ഇനി ഞങ്ങൾ ഇരുന്ന് കുറച്ച് നേരം തീയൊക്കെ കാഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞിരിക്കട്ടെ. എന്റെ നമ്പറും പോയിട്ടില്ല. 84ാമത് സെല്ല് എവിടെ ഇപ്പൊ തുറന്നു തരും എനിക്ക്. ഗൈസ് ഇതാണ് നമ്മൾ തീ കായുന്ന ഫ്രെയിം കേട്ടാ. തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നല്ല ചൂടുള്ള 2 ഗ്ലാസ്സില് ചായ. പക്ഷെ നീ ചായ കുടിക്കില്ലല്ലോ അല്ലേ? നിനക്ക് വേണ്ടി ഞാൻ ആ ചായ കൂടെ കുടിക്കാം. ഓക്കെ എനിക്കറിഞ്ഞൂടാ തണുപ്പത്ത് ഇത്ര ചായയൊക്കെ ആവാടാ. എന്റെ കൂടെ ഇത് തന്നെ കഴിക്കാമല്ലോ. ഇത് കഴിച്ചൂടെ? ഇത് പക്കോടയാണ് കേട്ടോ. മിക്സ് വെജ് പക്കോടയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്തൊക്കെയാണ് കേസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് പൊരിച്ചതാണ്. അല്ല തിന്നെ എടാ ഇതെല്ലാം ടച്ചിങ്സ് ആണല്ലോടാ. ഓ താങ്ക് യു ഭയ്യ. എടാ ഇത് ഇവർക്ക് ആള് മാറിപ്പോയി. ഇതെല്ലാം ഗൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടച്ചിങ്സ് ആണ്. ഇത് കണ്ട കടല, വെള്ളരി, പപ്പടം, ചായയുടെ കൂടെ. ഞാൻ കോഫി കൊണ്ടുവരാൻ പറയടാ അവരടുത്ത്. നല്ല സുഖം ഗൈസ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. 2ാമത്തെ തീയാണ് നമുക്ക് വേണ്ടിട്ട്. ഹലോ മാഡം എസ്കിമോ. അപ്പൊ ഇത് നമ്മൾ ഡിന്നർ വന്നു ഗൈസ്. ഈ ഡിന്നറൂടെ കഴിച്ചിട്ട് നമുക്ക് പോയി കിടന്നുറങ്ങാം. ജീര റൈസ്, റൊട്ടി, കുറച്ച് വെജിറ്റബിൾസ്, മട്ടർ പനീർ,
എന്തോ ഡെസേർട്ട് ആണെന്ന് തോന്നുന്നു. ദാൽ ഫ്രൈ. ബോൺ ആപ്പറ്റിറ്റ് ഗൈസ്, കഴിച്ചിട്ട് വരാം. ഗൈസ്, നമ്മള് ഇതുവരെ കിടന്നുറങ്ങിയതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള കിടത്തമായിരിക്കും ഇവിടെ. കാരണം നല്ല തണുപ്പ് ഇവിടെ. പിന്നെ ഈ ഇതിനകത്ത് ടെന്റിനകത്ത് ഹീറ്ററോ അങ്ങനെയുള്ള ഒന്നുമില്ല. ബേസിക് ടെന്റാണ്. അത്ര ബേസിക് അല്ല, കുറച്ച് ബെറ്റർ ആണെങ്കിലും പക്ഷെ ഒന്നുമില്ല. പക്ഷെ നല്ല തണുപ്പ് കയറണുണ്ട്. പുറത്ത് അണ്ണന്മാരൊക്കെ നൈസ വെള്ളം അടിക്കുകയാണ്. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ടെൻഷനൊന്നും ഇല്ല. അതുകൊണ്ട് ചെറിയ ടെൻഷൻ ഉണ്ട്, ഇല്ലാതില്ല. അപ്പൊ എന്തായാലും ഒരു കണ്ണ് തുറന്നു വെച്ച് ഞാൻ ഉറങ്ങും എന്നും പറഞ്ഞിട്ട് പോത്തെടുക്ക് കൂർക്കാൻ വലിച്ച് ഉറങ്ങുന്നു. പിന്നെ കൈ വിറയ്ക്കണ്. അല്ല, ആ പുറത്തെ പൈപ്പ് ഒന്ന് തുറന്ന് വെള്ളം തൊട്ട് ഐസ് വെള്ളം. നല്ല തണുപ്പ് കേട്ടോ. നമ്മള് കാശ്മീരിൽ പോയപ്പോ പോലും നമ്മുടെ റൂമിന് ഹീറ്റർ ഉള്ളതുകൊണ്ട് അറിഞ്ഞില്ല. നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ ഇതില് കാണാൻ ചെറുതായിട്ട് തുടങ്ങി. അപ്പൊ കിടന്നുറങ്ങാം ഗൈസ്. ഗുഡ് നൈറ്റ്. ദൈവത്തെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഒരു നല്ല ഉറക്കം. നാളെ നമ്മൾ എന്തിനു പോവും? ഞാൻ ബഞ്ചി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് കിടന്നുറങ്ങട്ടെ. ഇറ്റ് ഹാസ് ബീൻ സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ. ആൻഡ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും നന്ദി.